I am Meena Palaniappan, Chapter Chair of Young Indians Kochi. Our climate change team, consisting of Bibin, Rahul and Zahid, have identified a very serious issue. ഖരമാലിന്യം, പ്രത്യേകിച്ച് പുഴയോരത്ത് ആളുകൾ പുഴയിലേക്ക് വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ ഓരോന്നും താങ്ങേണ്ടി വരുന്നത് വേമ്പനാട്ടുകായലാണ്. അതുകൊണ്ട് ഇനി നന്നാക്കേണ്ടത്, നവീകരിക്കേണ്ടത് വേമ്പനാട്ടുകായലാണ്. ആ കായലിൽ അടിഞ്ഞുകൂടിയ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയാണ് പ്രധാന ദൗത്യം. തത്വങ്ങളല്ല, പ്രവൃത്തിയാണ് വേണ്ടത്. ആ പ്രവൃത്തിന്മുഖ സാക്ഷരതയുടെ പാഠമാണ് ഇപ്പോൾ യങ് ഇന്ത്യ കൊച്ചി വേമ്പനാട്ടുകായലിൻ്റെ ഓരത്ത് നിർവഹിക്കുന്നത്. അത് വളരെ മഹത്തരമാണ്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം മീനച്ചിലാറിൻ്റെ കൈവഴികളിലൂടെ ഒഴുകി വരുന്ന മാലിന്യങ്ങളും എക്കലുമെല്ലാം വന്നടിഞ്ഞ് ഇവിടെ യാത്രാ സൗകര്യമില്ലാത്ത സ്ഥിതിയിലേക്ക് ജനങ്ങൾ കഷ്ടപ്പെടുന്നൊരു മേഖലയാണ്. വള്ളങ്ങളിൽ ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാ തരത്തിലുള്ള ജീവിതത്തെയും പ്രതിസന്ധിയിലാക്കുകയാണ്. അതുകൊണ്ട് ഈ നാട് നേരിടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഈ പോളശല്യം. മറ്റൊന്ന്, ഈ മീനച്ചിലാറിൻ്റെ ഈ പതനസ്ഥാനത്ത് അടിഞ്ഞുകൂടിയിരിക്കുന്ന ചെളിയും എക്കലും ഈ കാണുന്ന കടകൽ പുല്ലുമെല്ലാം ഇവിടുത്തെ വെള്ളത്തിൻ്റെ സുഗമമായ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന മൂലം പ്രളയകാലത്ത് വെള്ളം സുഗമമായി കായലിലേക്ക് ഒഴുകിപ്പോകാത്തത് മൂലം ഈ പ്രദേശങ്ങളിലെല്ലാം കടുത്ത വെള്ളപ്പൊക്ക ഭീഷണിയാണ്. ഒരു വർഷം 5-6 തവണയാണ് ഇവിടെയുള്ള വീടുകളിൽ വെള്ളം കയറുന്നത്. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ യങ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ഭാഗമായി നിങ്ങളിവിടെ ഏറ്റെടുക്കുന്ന പദ്ധതി എന്ന് പറയുന്നത് വലിയ തോതിൽ ഈ നാട്ടിലെ കൃഷിക്കാർക്കും പാവപ്പെട്ട ജനങ്ങൾക്കും വലിയ സഹായകരമായി തീരും. ഞങ്ങൾ ഇവിടുത്തെ ഈ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഉണ്ടാകുന്ന തേങ്ങ, വാഴക്കൊല, ഈ സാധനങ്ങളെല്ലാം ഞങ്ങൾ ഉപേക്ഷിക്കേണ്ട ഒരു സ്ഥിതി വന്നിരിക്കുക. കാരണം ഈ വേമ്പനാട് കായലിൽ ഇങ്ങനെ നിറച്ചും പോള വരികയും നമുക്ക് വള്ളത്തേൽ വേണം. ഇവിടെ വണ്ടി റോഡ് ആക്സസ് ഇല്ലാത്തതുകൊണ്ട് വള്ളത്തേലാണ് നമ്മൾ സാധനങ്ങളെല്ലാം കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ പോള നിറഞ്ഞ് പോയതുകൊണ്ട് നമുക്ക് സാധനങ്ങളെല്ലാം അവിടെ ഉപേക്ഷിച്ച് വെച്ച് പോരേണ്ടത് വന്നിരിക്കുകയാണ്. നെല്ലാണെങ്കിൽ പോലും ഒത്തിരി ദൂരം നമ്മൾ വണ്ടിയെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ഇടേണ്ടതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് നഷ്ടം സംഭവിക്കുന്നുണ്ട്. കുമരകം ബേർഡ് സാഞ്ചുറിയോട് വളരെ അടുത്തിരിക്കുന്ന സ്ഥലമായതുകൊണ്ട് അവിടെ കൂടുന്ന കിളികളെല്ലാം തന്നെ ഇവിടെയും വന്ന് റെസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഇതിങ്ങനെ ചെറിയായിട്ട് ഇങ്ങനെ ഇത്ര ഏരിയ ഇവിടെ കിടക്കുന്നത് കൊണ്ട് ഇവർക്ക് വൈകുന്നേരങ്ങളിൽ ഭയങ്കര ശബ്ദ കോലാഹലമാണ്. ഇവിടെ കിളികളെല്ലാം കൂടെ വന്നിരുന്ന് ചിലച്ച് ഉച്ചയിൽ കയറുന്ന സ്ഥലമായി. ഞങ്ങൾക്ക് ഇപ്പം പോള കാരണം അക്കരെ പോകാനോ ചെത്താനോ ഒന്നും നിവൃത്തിയില്ല. ഇപ്പം പണിക്ക് പോകാൻ നിവൃത്തിയില്ലാതെ ഇപ്പം വീട്ടിലിരിപ്പാണ്. ഇപ്പം നമ്മുടെ ഇക്കരെ 2-3 തെങ്ങ് എത്തുന്നുണ്ട്, അത്രേ ഉള്ളൂ. ബോട്ട് പോലും ആലപ്പുഴ കോട്ടയം ബോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. വെള്ളം വന്നു കഴിഞ്ഞാൽ പായൽ വന്ന് പൊങ്ങിയിട്ട് ഭയങ്കരമായിട്ട് ചേറ് വന്ന് അടിഞ്ഞ് ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു നിവൃത്തിയില്ല. വെള്ളം ചള്ളായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പലവിധമായ രോഗങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ വളരെ വിഷമിക്കുകയും ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടുകയും ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ ഈ പായൽ വന്ന് അടിയുമ്പോൾ, ഇവിടുത്തെ മണ്ണ് വന്നടിയുമ്പോഴും ഒക്കെ ഇവിടുത്തെ എല്ലാ പൊതുവായുള്ള കാര്യങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകുകയാണ്. കാരണം ഇവിടെയുള്ളവർക്ക് ഗതാഗത സാധ്യതയില്ലാതെ വരുന്നു. അതുപോലെ സാംക്രമിക രോഗങ്ങൾ പകരുന്നു. അതുപോലെ കൃഷി സംബന്ധമായ കാര്യങ്ങൾ, വളവും ഇതും ഒന്നും ചെയ്യാനായിട്ട് കൊണ്ടുപോകാനായിട്ട് യാതൊരു മാർഗവുമില്ല. അതുപോലെ മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യം പിടിക്കാൻ പോകാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് ഈ ഒരു സംരംഭം ഇവിടെ വന്ന് ഇത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെയുള്ള എല്ലാ ആളുകൾക്കും അതിൻ്റെ ഒരു പ്രയോജനം ഉണ്ടാകും. Few impacts, few pointers which I would like to address is one is during monsoon when we have a thick blanket of water hyacinths on the banks of the lake, it impacts the livelihood of the fishermen folk. Second is in terms of marine and aquatic life which gets impacted as well. This dense growth brings water transport to a complete standstill, which will impact almost like 2,500 families who depend on the river for their livelihood and daily activities. The only solution to address this issue is to thoroughly clean the river mouth by removing the water hyacinths, the plastic waste and also the newly formed mud islands. This extensive task will take at least 20 to 30 days and it requires specialized equipments and also manpower. യങ് ഇന്ത്യ കൊച്ചി അത്തരം ഒരു ദൗത്യവുമായി കടന്നു വരുമ്പോൾ പുതിയ തലമുറയ്ക്ക് അത് പുതിയ പരിസ്ഥിതി പാഠങ്ങൾ നൽകുമെന്ന് മാത്രമല്ല,
പ്രവർത്തനക്ഷമമായ പ്രായോഗികമായ ഒരു പരിസ്ഥിതി ബോധം അവർക്ക് പകർന്നു നൽകും.